Fourth question, 0.2x plus 0.3y equal to ഈ 13 minus 3y divided by 2 എന്നുള്ള ഫോമിൽ. ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇതിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി 4th ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. 4th ക്വസ്റ്റ്യൻ, 0.2x plus 0.3y equal to 1.3. 0.4x plus 0.5y equal to 2.3. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.2x plus 0.3y equal to 1.3. 0.4x plus 0.5y equal to 2.3. ഇവിടെ നമുക്ക് ഡെസിമലാണ് കിടക്കുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഡെസിമൽ ഫോമിനെ മാറ്റിയാൽ സാധാരണ ഇൻഡിജേഴ്സ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ചേർക്കെങ്കിലും അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡെസിമൽ ഫോമിനെ മാറ്റി എല്ലാത്തിലും ഒരു പ്ലേസ് വാല്യൂ 1 ആണ്. അതായത് ഒരു സ്ഥാനം വേണം. നമുക്ക് ഇപ്പോൾ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 2 ഇക്വേഷൻ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ആ ഡെസിമൽ ഫോം മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ മാറ്റി എഴുതാം. 0.2x അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 2x plus 3y ഈക്വൽ ടു 13 എന്ന് കിട്ടുന്നു. നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അതുപോലെ 0.4x അതിനെ മാറ്റുന്നു. അപ്പോൾ നമുക്ക് 4x plus 5y ഈക്വൽ ടു 23 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. അപ്പോൾ ഡെസിമൽ ഫോം നമുക്ക് മാർക്ക് കിട്ടി. സാധാരണ ഇക്വേഷനിൽ ഫ്രാക്ഷനോ ഡെസിമലൊക്കെ വന്നാൽ അതിനെ മാറ്റി നമുക്ക് സാധാരണ നമ്പേഴ്സൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ 2x ഈക്വൽ ടു അവിടെയുള്ള 13 അവിടെ എഴുതി 13. ആ 3yനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു -3y. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 എന്നാക്കി മാറ്റുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ x ഈസ് ഈക്വൽ ടു ഈ 13 മൈനസ് 3y ഡിവൈഡ് ബൈ 2 എന്നുള്ള ഫോമിൽ ഇതിനെ നമ്മൾ അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4ാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 4x plus 5y ഈക്വൽ ടു 23. ആ ഇക്വേഷനിലാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ x ഈക്വൽ ടു 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5y ഈക്വൽ ടു 23. ഇവിടെ നമുക്ക് ഈ 4നെയും ഈ 2നെയും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 13 മൈനസ് 3y പ്ലസ് 5y ഈക്വൽ ടു 23 എന്ന് കിട്ടും. നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 13 നമുക്ക് 26 മൈനസ് 2 ഇൻറ്റു 3y 6y പ്ലസ് 5y ഈക്വൽ ടു 23 എന്ന് കിട്ടും. ഇനി y ഉള്ള വേരിയബിളുള്ള ടൈമിനെ, അതായത് ഈ 6yനെ 5yനെ നമ്മളൊരു സൈഡിൽ നിർത്തുന്നു. 26നെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ -6yയും പ്ലസ് 5y ആണ്. അപ്പോൾ നമുക്ക് -1 അതായത് -y ഈക്വൽ ടു 23 മൈനസ് 26 ഇവിടെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 23 മൈനസ് 26 എന്നാവുന്നു. അതായത് -y ഈക്വൽ ടു 23 മൈനസ് 26 അതായത് -3. അപ്പോൾ y ഈക്വൽ ടു 3 എന്ന് നമുക്ക് വാല്യൂ കിട്ടുന്നു. അപ്പോൾ നമുക്ക് yയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ x ഈക്വൽ ടു 13 മൈനസ് 3y ബൈ 2 ആണെന്ന് നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ അതിൽ നമുക്ക് yയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഈക്വൽ ടു, അപ്പോൾ എക്സ് ഈക്വൽ ടു 13 മൈനസ് 3 ഇൻറ്റു നമുക്ക് വൈക്ക് കിട്ടിയ വാല്യൂ 3 ആണ്, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 13 മൈനസ് 3 ഇൻറ്റു 3 9 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ എക്സിൻ്റെ വൈയുടെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 2, അതുപോലെ വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. √2x പ്ലസ് √3y ഈക്വൽ ടു 0. √3x മൈനസ് √8y ഈക്വൽ ടു 0 ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഇക്വേഷൻസ് √2x പ്ലസ് √3y ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 1 എന്നും √3x മൈനസ് √8y ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ മാറ്റി എക്സ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഇക്വേഷനെ മാറ്റി എക്സ് ഈസ് ഈക്വൽ ടു എന്നാക്കിയാൽ നമുക്ക് ആ വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് √2x ഈക്വൽ ടു 0 മൈനസ് √3y എന്ന് കിട്ടും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് √3y ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. ഈ വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ √3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ മൈനസ് √3y ഡിവൈഡ് ബൈ √2 ആണ്, മൈനസ് √8y ഈക്വൽ ടു 0. ഇവിടെ ഈ √3നെയും ഈ മൈനസ് √3നെയും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് √3 ഇൻറ്റു √3 3 എന്ന് കിട്ടുന്നു. അപ്പോൾ മൈനസ് 3 ബൈ √2y മൈനസ് √8y ഈക്വൽ ടു 0. മൈനസ് 3 ഡിവൈഡ് ബൈ √2 മൈനസ് √8 ഇൻറ്റു y ഈക്വൽ ടു 0. ഇതിന് ബാക്കി ഇവിടെ ഇത് ചെയ്താലും ഇല്ലെങ്കിലും ഇതിനെ ഇപ്പം നമ്മൾ സോൾവ് ചെയ്താലും ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്താലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടത് y ഈസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ ഇതിനെ ചെയ്തു വരുന്ന ആൻസറാണ്. അതുകൊണ്ട് നമ്മളിതിന് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ആൻസർ 0 ആയിരിക്കും. മൈനസ് 3 ഡിവൈഡ് ബൈ √2 മൈനസ് √8 അപ്പോൾ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിവിടെ y ഈക്വൽ ടു 0 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ നമ്മുടെ വൈയുടെ വാല്യൂ y ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇത് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷനെ മാറ്റി എഴുതി എക്സ് എന്ന ടേബിളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ എക്സ് ഈക്വൽ ടു മൈനസ് √3y ഡിവൈഡഡ് ബൈ √2 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈക്വൽ ടു മൈനസ് √3 ഇൻറ്റു വൈയുടെ വാല്യൂ 0 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇൻറ്റു 0 ആണ്, അതെന്ത് ചെയ്താലും ഈക്വൽ ടു നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ എക്സ് ഈക്വൽ ടു 0 അതുപോലെ y ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. 3x by 2 minus 5y divided by 3 equal to minus 2. x by 3 plus y by 2 equal to 13 by 6. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ 3x by 2 minus 5y by 3 equal to minus 2. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ x by 3 plus y by 2 equal to 13 by 6. ഇവിടെ ഇക്വേഷനിൽ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഫ്രാക്ഷനെ ഒഴിവാക്കിയാൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനിലും 2ഉം 3ഉം ആണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ LCM ആയ 6 കൊണ്ട്, അതായത് LCM എന്ന് വിചാരിക്കണ നിർബന്ധമൊന്നുമില്ല, 2നെയും 3നെയും കൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, അതായത് 2ൻ്റെയും 3യുടെയും ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ അത് 6 ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഇതിൻ്റെ LCM. അപ്പോൾ ഞാൻ രണ്ട് ഇക്വേഷനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1
ഇൻറ്റു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു 3x ഡിവൈഡഡ് ബൈ 2 മൈനസ് 6 ഇൻറ്റു 5y ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 6 ഇൻറ്റു -2. അപ്പോൾ ഇവിടെ ഈ 6ഉം ഈ 2നെയും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 കിട്ടുന്നു. അപ്പോൾ 3 ഇൻറ്റു 3x 9x മൈനസ് ഇവിടെ ഈ 6നെയും ഈ 3നെയും കട്ട് ചെയ്താൽ അവിടെ 2 കിട്ടുന്നു. 2 ഇൻറ്റു 5y 10y ഈക്വൽ ടു 6 ഇൻറ്റു -2 മൈനസ് 12 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ നമ്പർ 3 എന്ന് വിചാരിക്കുന്നു. ഇനി ഇക്വേഷൻ നമ്പർ 2നെ ഇൻറ്റു അതിനെയും 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 പ്ലസ് 6 ഇൻറ്റു x ബൈ 3 പ്ലസ് 6 ഇൻറ്റു y ബൈ 2 ഈക്വൽ ടു 6 ഇൻറ്റു 13 ബൈ 6. ഇവിടെയും ഈ 6ഉം 3യും തമ്മിൽ കട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളത് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 6ഉം 2ഉം കട്ട് ചെയ്തു 3 ഇൻറ്റു y 3y ഈക്വൽ ടു ഇവിടെ 6ഉം 6ഉം കട്ടായി പോയി. അപ്പോൾ 13. ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ 9x മൈനസ് 10y ഈക്വൽ ടു -12 ഇക്വേഷൻ നമ്പർ 3. ഇവിടെ നമുക്ക് x ഈക്വൽ ടു എന്ന് മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ തേർഡ് ഇക്വേഷൻ അതായത് 9x മൈനസ് 10y ഈക്വൽ ടു -12നെ അതിനെ എക്സിൻ്റെ ടൈമിലേക്ക് മാറ്റാം. 2x പ്ലസ് 3y അതിനെ മാറ്റാം. ഇപ്പം കണ്ടതിൽ എളുപ്പമുള്ള ചെറിയ ഇക്വേഷൻ 2x പ്ലസ് 3y ഈക്വൽ ടു 13 ആണ്. അതുകൊണ്ട് ഈ 2x പ്ലസ് 3y ഈക്വൽ ടു 13നെ നമ്മൾ എക്സിൻ്റെ ടൈമിലേക്ക് മാറ്റുന്നു. അപ്പോൾ 2x ഈക്വൽ ടു 13 മൈനസ് ആ പ്ലസ് 3y റൈറ്റ് സൈഡിലേക്ക് വന്നു മൈനസ് 3y എന്നായി. അപ്പോൾ എക്സ് ഈക്വൽ ടു 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 എന്നായിട്ട് മാറി. ആദ്യത്തെ ഇക്വേഷൻ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്യാൻ എളുപ്പം രണ്ടാമത്തെ ഇക്വേഷൻ ആയതുകൊണ്ട് അതിനെ മാറ്റുന്നു. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അതായത് ഇവിടെ നമ്മൾ മാറ്റിയെടുത്തപ്പോൾ തേർഡ് ഇക്വേഷനിൽ ആ ഇക്വേഷനിൽ കൊടുക്കുന്നു. 9 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 13 മൈനസ് 3y ആണ് ബൈ 2. 13 മൈനസ് 3y ബൈ 2 മൈനസ് 10y ഈക്വൽ ടു മൈനസ് 12. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 ഇൻറ്റു 13 9 ഇൻറ്റു 3y. അപ്പോൾ 9 ഇൻറ്റു 13 117 മൈനസ് 9 ഇൻറ്റു 3 27y ഡിവൈഡ് ബൈ 2 അവിടെ കിടപ്പുണ്ട് 2 എന്നെ മാറ്റിയിട്ടില്ല മൈനസ് 10y ഈക്വൽ ടു മൈനസ് 12 നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ 117 മൈനസ് 27y ഡിവൈഡ് ബൈ 2 മൈനസ് 10y ഈക്വൽ ടു മൈനസ് 12 എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഇൻറ്റു മൈനസ് 10y അത് ഇതിൻ്റെ കൂടെ കൂട്ടി ഓൾ ഡിവൈഡ് ബൈ 2 ഇട്ട് ഇനി ആ 2നെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 12 ഇൻറ്റു മൈനസ് 12 ഇൻറ്റു 2 എന്ന് ചെയ്യണം. അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ചെയ്യാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം ഇവിടെ മൊത്തം ചെയ്യുന്നതിൽ എളുപ്പം നമുക്ക് വേണ്ടത് ഈ ഫ്രാക്ഷനായിട്ട് ഇവിടുന്ന് 2 പോയാൽ മതി. അതുകൊണ്ട് ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. 2 ഇൻറ്റു 117 മൈനസ് 27y ഡിവൈഡഡ് ബൈ 2. ഈ ടൈമിനെ മൊത്തം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് അടുത്ത ടൈം 2 ഇൻറ്റു 10y ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 12. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2ഉം ഈ 2ഉം കട്ടായിപ്പോയി. ബാക്കിയുള്ളത് 117 മൈനസ് 27y മൈനസ് 2 ഇൻറ്റു 10y അതായത് 20y ഈക്വൽ ടു മൈനസ് 24 എന്ന് കിട്ടി. ഇനി ഇവിടെ മൈനസ് 27y ഉണ്ട് മൈനസ് 20y ഉണ്ട്. അപ്പോൾ അതിനെ
കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഇതിൻ്റെ സം -47y ഈക്വൽ ടു ഇവിടെയുള്ള -24 അവിടെ തന്നെ എഴുതി, ഇവിടെയുള്ള 117നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ -117 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് -47y ഈക്വൽ ടു -141 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു -141 ഡിവൈഡഡ് ബൈ -47 എന്ന് കിട്ടും. y ഈക്വൽ ടു -141 ഡിവൈഡഡ് ബൈ -47 ആണ്, ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഈക്വൽ ടു 13 മൈനസ് 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 13 മൈനസ് 3 ഇൻറ്റു 3 9 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2. അപ്പോൾ നമുക്കിവിടെ x ഈക്വൽ ടു 2 അതുപോലെ y ഈക്വൽ ടു 3 എന്ന് നമുക്ക് വാല്യൂസ് കിട്ടി.